നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോൺഗ്രസുകാർ പാർട്ടി ചരിത്രം പഠിക്കുന്നില്ലെന്ന് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ. ഇപ്പോൾ ഉള്ളത് ചവിട്ടും കുത്തും മാത്രമാണെന്നും മുരളീധരൻ പറഞ്ഞു. മീനച്ചിൽ താലൂക്കിലെ സാമൂഹിക പ്രവർത്തകരുടെ കൂട്ടായ്മയായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഇന്ദിര പ്രിയദർശിനി ഫോറത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിഴതടിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ KPCC പ്രസിഡന്റും മുൻ മധ്യപ്രദേശ് ഗവർണറുമായിരുന്ന പ്രൊഫസർ KM ചാണ്ടിയുടെ അനുസ്മരണ പ്രഭാഷണം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് നിർവഹിച്ചു. മലയാളം സർവകലാശാലയുടെ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് ജേതാവ് അന്നമ്മ ഡാനിയൽ, മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ 1ാം റാങ്ക് നേടിയ നേഹ ഹന്ന ഡാനിയൽ എന്നിവരെ ആദരിച്ചു. ചെയർമാൻ അഡ്വക്കേറ്റ് PJ ജോണി, കൺവീനർ അഡ്വക്കേറ്റ് ചാക്കോ തോമസ്, അഡ്വക്കേറ്റ് KC ജോസഫ്, KC ചാണ്ടി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എനിക്കൊക്കെ ചാണ്ടി സാറിനെ KPCC അധ്യക്ഷനായി ചാർജ് എടുത്തതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കൂടുതൽ അടുത്തറിയാവുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ കേരളത്തിൽ പടുത്തുയർത്തിയ രണ്ടുപേര്, ഒന്ന് ലീഡർ K കരുണാകരനും, 2 ചാണ്ടി സാറുമായിരുന്നു. രണ്ടുപേരെക്കുറിച്ച് ഈ പറഞ്ഞാൽ ഡയാമി സെരട്ടകളെന്നാണ് പറഞ്ഞിരുന്നത്. നമുക്കറിയാം, കോൺഗ്രസ് രാഷ്ട്രീയം പരിശോധിച്ചാൽ എല്ലാ കാലത്തും പാർലമെൻ്ററി പാർട്ടി നേതാവും KPCC പ്രസിഡൻറ്റുമായിട്ട് തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തർക്കമില്ലാതിരുന്നൊരു കാലഘട്ടം ചാണ്ടി സാറിൻ്റെയും K കരുണാകരൻ്റെയും കാലമായിരുന്നു. കാരണം കോൺഗ്രസിൻ്റെ ഏറ്റവും കഷ്ടകാലം പിടിച്ച സമയത്തായിരുന്നു ആ കൂട്ടുകെട്ടിൻ്റെ പ്രവർത്തനം. 1978 പാർട്ടി വളർന്നപ്പോൾ അതുവരെ ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്ന പലരും കളം മാറി ചവിട്ടുകയും ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറയുകയും ചെയ്തു. കേരളത്തിനും അതിന് സമാനമായിട്ട് തന്നെയായിരുന്നു സ്ഥിതി. രാജൻ കേസ് വന്നപ്പോൾ അതുവരെ K കരുണാകരനോടൊപ്പം നിന്ന പലരും പ്രതീക്ഷ വല്ലതും കളം മാറ്റി. അങ്ങനെ ഘട്ടത്തിലാണ് 78 പാർട്ടിയുടെ പിളർപ്പും ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് K കരുണാകരൻ എടുത്ത ഒരു സ്റ്റാൻഡും. അന്ന് ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചവരിൽ K കരുണാകരൻ കഴിഞ്ഞാൽ ഡോക്ടർ KG അടിയോടി, വെള്ള ഈശ്വരൻ അന്നത്തെ 71-77 മന്ത്രിസഭയിലെ അംഗങ്ങളാണ് ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത്. അന്ന് വക്കം വിശ്വനാഥൻ ആദ്യഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കൂടെയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം പോയത് ദേവരാജക്ഷൻ്റെ കൂടെ. അന്ന് എല്ലാവരും വിചാരിച്ചിരുന്ന ഒന്നുകിൽ വക്കം വിശ്വനാഥനോ അല്ലെങ്കിൽ MM ജേക്കബ് സാറോ KPCC പ്രസിഡൻ്റ് ആവുമെന്നാണ് പലരും കരുതിയത്. കൊച്ചുണ്ണി മാഷും ഉണ്ടാവും. പക്ഷെ അവിചാരിതമായിട്ടാണ് ചാണ്ടി സാറ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അദ്ദേഹം റബ്ബർ ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഇവിടെ നേരത്തെ സുരേഖ് സാറ് പറഞ്ഞ പോലെ 1954 ചാണ്ടി സാറിന് അവസരം നിഷേധിച്ചതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടത്. അന്ന് കൊച്ചി നിയമസഭയിലും തിരുകൊച്ചി നിയമസഭയിലും അംഗമായിരുന്ന K കരുണാകരനെയും അന്ന് ഒഴിവാക്കി. അന്ന് പറഞ്ഞ കാരണം പനമ്പള്ളി ഗോവിന്ദമേനോനും K കരുണാകരനും ഒരേ ജില്ലക്കാരാണ്, രണ്ടുപേരും ഒരേ സമുദായക്കാരുമാണ്. അങ്ങനെയാണ് K കരുണാകരനെ ഒഴിവാക്കി K വേലായുധൻ അന്ന് ഇന്നത്തെ നമ്മുടെ മന്ത്രിയായിരുന്ന K ബാബുവിൻ്റെ ഫാദറിലോ അദ്ദേഹത്തിനാണെന്ന് ക്യാബിനറ്റിലെടുത്തത്. ഈ രണ്ടുപേരും അന്ന് തഴഞ്ഞു. അപ്പം തഴയുമ്പോൾ ഒന്നുകിൽ ഏറ്റവും എളുപ്പം ഇറക്കാവുന്നൊരു കാർഡ് ജാതി കാർഡാണ്. അത് പിന്നീടും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ തന്നെ ഇരിക്കെ പറയുണ്ടായി തമാശ രൂപത്തിൽ, മതം മാറാൻ പ്രൊവിഷനുണ്ട്, പക്ഷെ ജാതി മാറാൻ പ്രൊവിഷനില്ല. അതൊരു വലിയൊരു ന്യൂനതയായിട്ട് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് ചാണ്ടി സാറിനെ ആ ഒരു കാരണം, അത് പിന്നെ ജാതി പറഞ്ഞിട്ടല്ല, AJ ജോൺ സാറിനെ എടുക്കാൻ വേണ്ടി എന്നുള്ളൊരു സ്നേഹത്തോടെ അദ്ദേഹത്തിന് സത്യത്തിൽ അന്ന് റിവേർട്ട് ചെയ്യാണ് ഉണ്ടായത്. ഒരു മുഖ്യമന്ത്രിയായിരുന്ന ആളെ ഒരു സാധാ മന്ത്രിയാക്കി. ഏതായാലും അന്ന് ചാണ്ടി സാറിനെ തഴയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ K കരുണാകരനെയും ചാണ്ടി സാറിനെയും തഴഞ്ഞത് ഒരേ വിഭാഗക്കാരനായിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഭാവിയിൽ രണ്ടുപേരും ഒരു കൂട്ടുകെട്ടായിട്ട് മാറിയത്. കാരണം തഴയപ്പെട്ട രണ്ടുപേർ. 57 നിയമസഭാ തിരഞ്ഞെടുപ്പിലും ചാണ്ടി സാറിനെ തോൽപ്പിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. K കരുണാകരനെ ഏതാണ്ട് അതുപോലെ തോൽപ്പിച്ചാണ്. അന്ന് പക്ഷേ അദ്ദേഹത്തിന് ടൈഫോയിഡ് വന്ന് കിടപ്പായി. അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ ഇലക്ഷൻ്റെ 2 ദിവസം മുമ്പാണ് അദ്ദേഹത്തിന് പ്രചരണത്തിന് പോലും ഇറങ്ങാൻ കഴിഞ്ഞത്. കേരളത്തിലെ ആദ്യത്തെ
ആരോഗ്യമന്ത്രി ഡോക്ടർ AR മേനോനാണെന്ന് ഇലക്ഷൻ ജയിച്ചത്. അപ്പോൾ AR മേനോനോട് പത്രക്കാർ ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ AR മേനോൻ പറഞ്ഞു, എൻ്റെ വിജയം അത്ര വലിയ വിജയമൊന്നുമില്ല, ആകെ 2000 വോട്ടിനാണ് ഞാൻ ജയിച്ചത്. എതിർ സ്ഥാനാർത്ഥി സുഖമില്ലാണ്ട് കിടക്കുകയായിരുന്നു. ഗോളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിച്ചിട്ട് ജയിച്ചു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതേ കെ കരുണാകരന് 960 സീറ്റ് നിഷേധിച്ചു. വെറും അസുഖമായി കടന്നിട്ട് പോലും 2000 വോട്ടിന് തോറ്റ കെ കരുണാകരനെ 60 സ്ഥാനാർത്ഥിയാക്കിയില്ല. പകരം സ്ഥാനാർത്ഥിയെ വിജയിച്ച TA ധർമ്മരാജയ്യരാണ് 14 MLA-മാരോടൊപ്പം കേരള കോൺഗ്രസ് ഉണ്ടാക്കി ശങ്കർ മന്ത്രിസഭേനെ താഴെ ഇറക്കി. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പലപ്പോഴും ഈ കൂട്ടായ്മയൊക്കെ പല വിഷയങ്ങളും ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണതൊക്കെ. അപ്പോഴും കെ കരുണാകരൻ കോൺഗ്രസിൻ്റെ കൂടെ തന്നെ നിന്നു, ചാണ്ടി സാറും കോൺഗ്രസിൻ്റെ കൂടെ തന്നെ നിന്നു. ഏതായാലും 78 വന്നപ്പോൾ ഈ ഒരു കൂട്ടുകെട്ട് ഞാനിപ്പോഴും പറയാറുണ്ട്, ഒരു മിനിറ്റ്സ് ബുക്ക് പോലും ഇല്ലാതെ ആരംഭിച്ച പാർട്ടിയാണ്. കാരണം ഔദ്യോഗികമായിട്ട് ആരും കൂടെയില്ല. അതുവരെയുള്ള KPCCയുടെ മിനിറ്റ്സും കയ്യിലില്ല. ഒരു 100 രൂപ നോട്ട് ബുക്ക് വാങ്ങി എഴുതിയ മിനിറ്റ്സിൽ നിന്നാണ് ഇന്നത്തെ കോൺഗ്രസിൻ്റെ അന്നത്തെ ആരംഭം. അങ്ങനെ 78 ആരംഭിച്ച കൂട്ടുകെട്ട് വലിയ പ്രയാസമായിരുന്നു അന്ന്. കാരണം അന്നത്തെ ഐക്യകക്ഷിയുടെ ഭാഗമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിനെ അന്നത്തെ ഐക്യകക്ഷി നേതൃത്വം പുറത്താക്കി. കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്നവരെ ഞങ്ങൾ മുന്നണിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നുവെന്ന് ഒപ്പിട്ടുകൊണ്ടൊരു പ്രസ്താവനയാണ് അത് ഇറക്കിയത്. MLA-മാരും ചാഞ്ചാടി നിന്ന ഒരു സന്ദർഭത്തിൽ ഈ 2 നേതാക്കന്മാരും കെ കരുണാകരനും ചാണ്ടി സാറും കേരളത്തിൽ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ അവർ നടത്തിയ പ്രചരണം, അന്നത്തെ ഞാൻ ഇന്ന് ഓർക്കുന്ന അന്നത്തെ ഫണ്ട് കളക്ഷൻ, KPCCക്ക് വേണ്ടി അത് കാശൊന്നുമില്ല. ഒരു മുതലാളിയും കോൺഗ്രസ്സുകാർ അന്ന് ഇന്ദിരാഗാന്ധിക്കും കരുണാകരനും കാശ് തരില്ല. കാരണം രണ്ടുപേരും ഗതിയില്ലാത്തവരാണ്. ഇന്ദിരാഗാന്ധി ഒരുപാട് കേസിൽ പ്രതി, കെ കരുണാകരൻ രാജ്യം കേസിൽ പ്രതി. പിന്നെ ഇവർക്ക് കാശ് കൊടുത്തിട്ട് എന്താ കാര്യം? അങ്ങനെ സാധാരണക്കാരിൽ നിന്നും പണം പിരിക്കാൻ തീരുമാനിച്ചു. മദ്യലഹരിയിൽ പഞ്ചായത്ത് ഓഫീസിൽ അതിക്രമിച്ച് കയറി വനിതയായ പ്രസിഡന്റിനെ അസഭ്യം പറയുകയും വനിതാ ജീവനക്കാർക്കും അംഗങ്ങൾക്കും നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്ത സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. മല്ലപ്പള്ളി ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ തിങ്കളാഴ്ച വൈകുന്നേരം 4:30യോടെയാണ് സംഭവം. ആനിക്കാട് നൂറോമാവ് അയരൂർ തറ വീട്ടിൽ അജിത് ഫ്രാൻസിസാണ് കീഴ്വായ്പൂർ പോലീസിൻ്റെ പിടിയിലായത്. പ്രസിഡന്റ് സൂസൻ ഡാനിയലിൻ്റെ ചേംബറിൽ അതിക്രമിച്ചു കടന്ന അജിത് യാതൊരു പ്രകോപനവുമില്ലാതെ ബഹളം വയ്ക്കുകയും അസഭ്യം പറയുകയുമായിരുന്നു. വനിതാ ജീവനക്കാർക്കും അംഗങ്ങൾക്കും നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു. ജീവനക്കാർ ഇയാളെ അനുനയിപ്പിച്ച് പറഞ്ഞുവിടാൻ ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതോടെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസെത്തി അജിത്തിനെ കസ്റ്റഡിയിലെടുത്തു. പ്രസിഡന്റിൻ്റെ പരാതിയിൽ ഓഫീസിൽ അതിക്രമിച്ച് കയറുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിൽ ഇയാൾക്കെതിരെ കേസെടുത്തു. സംഭവത്തിൽ പഞ്ചായത്ത് ഭരണസമിതി പ്രതിഷേധിച്ചു. പിന്നെ ഇവന്റെ അല്ലോ പറയേണ്ട കാര്യമുണ്ട് സാറേ. ആര് പറഞ്ഞല്ലോ? ഒന്നും മിണ്ടിയില്ലല്ലോ. പിന്നെ ഇവൻ ഈ നടുക്ക് വണ്ടി നിർത്തിട്ട് എന്നോട് ഈ ഡയലോഗ് ഓർക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവൻ എന്നാ പറയാൻ? പുള്ളി പറഞ്ഞല്ലോ ഈ പാവപ്പെട്ടവന് എന്തേലും ഒരു വീട് വെച്ച് കൊടുത്തു അവിടെ. മദ്യലഹരിയിൽ അതിഥി തൊഴിലാളി ഓടിച്ച ടിപ്പർ ഇടിച്ച് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. തങ്കമണി ടൗണിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് അമിത വേഗതയിലെത്തിയ ടിപ്പർ ഇടിച്ചു കയറുകയായിരുന്നു. അതിഥി തൊഴിലാളിക്ക് വാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസും ഇല്ലായിരുന്നു. ടിപ്പർ തങ്കമണി പോലീസ് പിടിച്ചെടുത്തു. മദ്യലഹരിയിലായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി ഓടിച്ച ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. തങ്കമണി ടൗണിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ കിടന്ന ഓട്ടോറിക്ഷയിലേക്ക് അമിത വേഗതയിലെത്തിയ ടിപ്പർ ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. തങ്കമണി കുമ്പളന്താനം ദീപുവിൻ്റെ ഓട്ടോറിക്ഷയാണ് പൂർണ്ണമായും തകർന്നത്. ദീപു രാവിലെ സ്റ്റാൻഡിലെത്തി ഓട്ടോറിക്ഷ ഇട്ട ശേഷം പുറത്തിറങ്ങിയ ഉടനെയാണ് അപകടമുണ്ടായത്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. തങ്കമണി സ്വദേശിയുടെ
KL 29F7364 നമ്പർ ടിപ്പർ ലോറിയാണ് അപകടമുണ്ടാക്കിയത്. മദ്യലഹരിയിലായിരുന്ന ഡ്രൈവർക്ക് ലൈസൻസുമില്ലായിരുന്നു. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ഓട്ടോറിക്ഷ പണിത് നൽകുകയോ മറ്റൊന്ന് വാങ്ങി നൽകുകയോ ചെയ്യാമെന്ന് ടിപ്പർ ഉടമ അറിയിച്ചെങ്കിലും ഓട്ടോറിക്ഷ ഉടമ ദീപു കേസുമായി മുൻപോട്ട് പോകുകയായിരുന്നു. INTUC പ്രവർത്തകനായ ദീപുവിന് കോൺഗ്രസ് കമ്മിറ്റി മറ്റൊരു ഓട്ടോറിക്ഷ വാങ്ങി നൽകുമെന്ന് നേതാക്കൾ പറയുന്നു. വീട്ടിൽ അരി മേടിക്കേണ്ട സാഹചര്യത്തിൽ രാവിലെ പള്ളിയിൽ കഴിഞ്ഞ് ഇവിടെ വന്ന് വണ്ടി ഓടിക്കാനായി ടൗണിലേക്ക് വന്ന് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തെ മദ്യപിച്ച് ഈ ലൈസൻസും ഇല്ലാത്ത ഈ നാട്ടുകാരൻ പോലും ഇല്ലാത്തൊരു ബംഗാളിയായ ഒരു ഡ്രൈവർ ടിപ്പർ ലോറി എടുത്തുകൊണ്ടുവന്ന് ഈ വണ്ടി ഇടിച്ചു കയറ്റി ഡ്രൈവറെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും മരണത്തിൻ്റെ പക്കൽ നിന്ന് അത്ഭുതകരമാണ് രക്ഷപ്പെട്ടത്. ഈ വണ്ടി ടോട്ടൽ ലോസിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കൊള്ളുള്ളൂ. 2017 വണ്ടിയാണിത്. ഈ വണ്ടി അവർ ഗുണ്ടായുസം കാണിച്ച് അവർ ടിപ്പർ എടുത്തുകൊണ്ട് പോവുകയും ഈ പാവപ്പെട്ടവരെ പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് INTUCയുടെ സജീവ പ്രവർത്തനമായ ദിബുവിനെ സംരക്ഷിക്കേണ്ട ചുമതല കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി ഈ വണ്ടി വേണമെങ്കിൽ പുതിയ വണ്ടി മേടിച്ചു കൊടുക്കുകയോ ഈ വണ്ടി അവൻ പറയുന്ന രീതിയിൽ പണിത് കൊടുക്കുകയോ ചെയ്യാമെന്നും ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ദിബുവിൻ്റെ കുടുംബത്തോടൊപ്പം ദിബുവിനോട് ചേർന്ന് നിൽക്കുന്നു, INTUCയോട് ചേർന്ന് നിൽക്കുന്നു, ഉറപ്പു നൽകുന്നു. മേഖലയിൽ അനധികൃതമായി ടിപ്പർ സർവീസ് നടക്കുന്നതായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM ഫ്രാൻസിസ് ആരോപിച്ചു. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ടിപ്പറുകൾ അപകടകരമായി സർവീസ് നടത്തുന്നതെന്നും സമീപകാലത്ത് മറ്റ് അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തതായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോബിൻ ഐമനവും പറഞ്ഞു. അപകടത്തിന് കാരണമായ ടിപ്പർ ലോറി തങ്കമണി പോലീസ് പിടിച്ചെടുത്തു. ലൈസൻസ് ഇല്ലാതെയും മദ്യപിച്ചും അപകടം വരുത്തിയ ഡ്രൈവർക്കെതിരെ കേസെടുത്തതായി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ MP.AB പറഞ്ഞു. ദൃശ്യ ന്യൂസ്, ഇടുക്കി. വന്യജീവി വിഷയങ്ങളിൽ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ മുണ്ടക്കയത്ത് പ്രതിഷേധ ജ്വാല നടത്തി. അർഹരായവരുടെ അവകാശങ്ങളെ തടഞ്ഞുവെക്കുന്ന ഇടത് സർക്കാരിൻ്റെ നയങ്ങൾ തിരുത്തണമെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ആന്റോ ആന്റണി MP പറഞ്ഞു. മലയോര മേഖലയിൽ പട്ടയം നൽകാൻ ഉടൻ നടപടി സ്വീകരിക്കുക, വന്യജീവി ആക്രമണം തടയുക, ജനങ്ങളുടെ മേൽ വനംവകുപ്പിന്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി മുണ്ടക്കയം, കോരുത്തോട്, എരുമേലി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം ആന്റോ ആന്റണി MP ഉദ്ഘാടനം ചെയ്തു. അർഹരായവരുടെ അവകാശങ്ങളെ തടഞ്ഞുവെക്കുന്ന ഇടത് സർക്കാരിന്റെ നയങ്ങൾ തിരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിത മാർഗത്തിനും സംരക്ഷണം വേണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ പോരാട്ട വീതിയിൽ ഈ പുഞ്ചവയിലെ പാവപ്പെട്ടവരോടൊപ്പം ഞങ്ങളുണ്ടാകും. ഈ പോരാട്ടത്തിൽ നിന്ന് വിജയം കൊണ്ടല്ലാതെ പിന്നോട്ട് മാറില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി മുണ്ടക്കയം മണ്ഡലം പ്രസിഡന്റ് KS രാജു അധ്യക്ഷത വഹിച്ചു. മുൻ MP രമ്യ ഹരിദാസ്, PA സലീം, തോമസ് കല്ലാടൻ, ഫിൽസൺ മാത്യു, ബിനു മറ്റക്കര, പ്രകാശ് പുളിക്കൻ, റോയി കപ്പലുമാക്കൽ, B ജയചന്ദ്രൻ, നാസർ പനച്ചി, ജാൻസി സാബു, CC തോമസ്, VT അയൂബ് ഖാൻ, KK ജനാർദ്ദനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നിങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. ഫെൻസിംഗ് നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. മരണപ്പെട്ടു പോയിരിക്കുന്ന മലയോര മേഖലയിലെ കർഷകരായിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഞങ്ങൾ ആ തുക തരാമെന്ന് പറഞ്ഞ് കയറി വരുമ്പോൾ നശിപ്പിച്ചു പോയിരിക്കുന്ന മൃഗങ്ങളെ കൊണ്ട് നശിച്ചു പോയിരിക്കുന്ന കൃഷിയുടെ ആനുകൂല്യം ഞങ്ങളിതാ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരുന്നവരോട് നിങ്ങൾക്ക് പറയുവാൻ കഴിയണം, ഇനി നേടിയെടുക്കാൻ ഞങ്ങൾക്കറിയാം. വരാൻ പോകുന്ന സർക്കാർ കോൺഗ്രസിന്റെ UDFന്റെ സർക്കാർ വരുമ്പോൾ ഈ ആവശ്യങ്ങളൊക്കെ 9 വർഷക്കാലമായി നടപ്പിലാക്കാത്ത സർക്കാരിനോട് ആട്ടിറക്കുവാൻ ഈ പ്രദേശത്തെ ജനങ്ങള് തയ്യാറാകണമെന്ന് ഈ യോഗത്തിൽ ആവശ്യപ്പെടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഏത് വിഷയങ്ങളിലാണ് ഇവിടെ കാര്യങ്ങളുമായി പരിഹരിച്ചിട്ടുള്ളത് ഓരോന്നെടുത്തു നോക്കണം. കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും സുരക്ഷ ഉൾപ്പെടെ അത് ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയിരിക്കുന്ന ആളുകളാണ് ഈ കേരളം ഭരിക്കുന്നവർ. ഇന്നലെ നടന്ന പ്രതിഷേധ ജ്വാലയുടെ മുന്നോടിയായി പാക്കാനത്ത് നിന്ന് ബഹുജന പദയാത്ര നടത്തി. നടപടികൾ ഉണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങൾ നടത്തുമെന്നും യോഗത്തിൽ പ്രഖ്യാപിച്ചു. കർഷകർ വർഷങ്ങളായി കൃഷി ചെയ്യുന്ന ഭൂമിയിൽ യാതൊരു അവകാശവും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നടപടികൾ നടക്കുന്നത് പ്രതിഷേധക്കാർ പറഞ്ഞു. സ്ഥലത്തെ തടികൾ മുറിച്ചു മാറ്റാനോ വീട് വയ്ക്കാനോ പോലും സാധിക്കാത്ത രീതിയിലാണ്. വന്യജീവി പ്രശ്നങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിലാണ് സമരം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.
കടുത്തുരുത്തി പൂഴിക്കോൽ സെന്റ് ലൂക്സ് LP സ്കൂളും സെന്റ് മാർത്താസ് UP സ്കൂളുകളുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളുടെ ഭാഗമായി അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളായ അധ്യാപകരെയും ഗുരുവന്ദനം ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ മാത്യു പാറത്തോട്ടം കരയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA അധ്യാപകർക്ക് സമ്മാനം നൽകിക്കൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കീഴൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MA ലൂക്കോസ് മൂർത്തിക്കൽ, ജൂബിലി കൺവീനർ ജോയ്സ് തോമസ് കാനാട്ട്, UP സ്കൂൾ PTA പ്രസിഡന്റ് ഷിജു കുര്യാക്കോസ് മണലേൽ, മജു മാത്യു ഇളവേലിൽ, സ്കൂളുകളുടെ പ്രധാന അധ്യാപകരായ ഷാൻഡി സനൽ, ഷീന ജോൺ, ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തീർച്ചയായിട്ടും ഞങ്ങൾക്കെല്ലാം സ്കൂളിനെ കുറിച്ച് അഭിമാനവും ചാരിതാർത്ഥ്യവുമുണ്ട്. എവിടെ പറഞ്ഞാലും പൂഴിക്കോലിൽ പഠിച്ചതിനെ കുറിച്ച് പറയാൻ നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ്, അത് പറയാറുമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭാവി കാലഘട്ടത്തിൽ സ്കൂളിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം വന്നിരിക്കുകയാണ്. അതേക്കുറിച്ച് നേരത്തെ നമ്മൾ യോഗം കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ജൂബിലി ആഘോഷങ്ങൾ അർത്ഥപൂർണമായി മാറണമെങ്കിൽ സ്കൂളിന് പുതിയ കെട്ടിട സമുച്ചയം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമത്തിന് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. MLA ഫണ്ടിൽ നിന്ന് ഒരു ക്ലാസ് റൂമെങ്കിലും പണിയുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം സ്മാർട്ട് ക്ലാസ് റൂം എന്ന നിലയിൽ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആവശ്യമായ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. MP ഫണ്ട് ഞാൻ ചോദിച്ചു. MP ഫണ്ട് എയ്ഡഡ് സ്കൂളുകൾക്ക് കൊടുക്കാൻ പ്രൊവിഷനില്ല. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് എന്ന സാഹചര്യമുണ്ട്. ഇവിടെ നമുക്ക് നിലവിൽ നിൽക്കുന്ന സാഹചര്യങ്ങൾ വെച്ച് 4 ക്ലാസ് റൂമെങ്കിലും ചുരുങ്ങിയത് 3 ക്ലാസ് റൂമും ഒരു സ്റ്റാഫ് റൂമും വേണ്ടി വരും. ടീന മാത്യു, സന്ധ്യ വി, ജനിത ജനാർദ്ദനൻ, TS, ജോമിഷ പൊന്നു, അനു അൽഫോൺസ മാത്യു, ജനാർദ്ദൻ, തലയോലപ്പറമ്പ് ക്ലബ് 25ന്റെ 14ാമത്തെ ഓണാഘോഷവും ഫാമിലി മീറ്റും ക്ലബ് 25 പ്രസിഡന്റ് PT ബാബുവിൻ്റെ അധ്യക്ഷതയിൽ നടന്നു. തലയോലപ്പറമ്പ് SHO ബിബിൻ ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി സേവിയർ, ട്രഷറർ ബിനോയ്, ഓണാഘോഷത്തിൻ്റെ കോർഡിനേറ്റർ വിനോദ് ബാബു എന്നിവർ പ്രസംഗിച്ചു. ക്ലബ് 25 മെമ്പറും കോട്ടയം ജില്ലാ മികച്ച റോട്ടറി ക്ലബ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത S ദിൻരാജിനെ ചടങ്ങിൽ ആദരിച്ചു. ഗാനമേളയടക്കം ക്ലബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ആരോടണ്ട വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.